പണ്ട് പണ്ട് മഞ്ഞു വീഴുന്ന ഹിമാലയത്തിലെ ഒരു കൊച്ചു കുടിലിൽ രുദ്രൻ എന്ന പേരുള്ള ഒരു പാവം മുത്തശ്ശൻ താമസിച്ചിരുന്നു. മുത്തശ്ശന് ശിവഭഗവാനെ ജീവനായിരുന്നു. ഒരു ശിവരാത്രി ദിവസം മുത്തശ്ശൻ വിചാരിച്ചു, എല്ലാവരും വലിയ ക്ഷേത്രങ്ങളിൽ പോയി ശിവനെ പൂജിക്കുകയാണല്ലോ, എൻ്റെ കയ്യിൽ ഒരു ശിവലിംഗം പോലും ഇല്ലല്ലോ ഭഗവാനെ പൂജിക്കാൻ. മുത്തശ്ശന് സങ്കടം വന്നു. തണുത്ത് വിറയ്ക്കുമ്പോഴും മുത്തശ്ശൻ ഉറങ്ങാതെയിരുന്നു. മുത്തശ്ശൻ കണ്ണുകൾ അടച്ച് തൻ്റെ മനസ്സിൽ ഒരു കൊച്ചു ശിവലിംഗമുണ്ടെന്ന് സങ്കൽപ്പിച്ചു. എന്നിട്ട് സ്നേഹത്തോടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, ഈ തണുപ്പത്ത് എനിക്ക് തരാനൊന്നുമില്ല. എൻ്റെ ഈ കൊച്ചു മനസ്സിലിരുന്ന് ഈ പൂജകൾ സ്വീകരിക്കമേ. പെട്ടെന്നാണ് ആ അത്ഭുതം നടന്നത്. മുത്തശ്ശൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അവിടെ നിറയെ വെളിച്ചം. ആ വെളിച്ചത്തിന് നടുവിൽ സാക്ഷാൽ ശിവഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭഗവാൻ മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ, അങ്ങയുടെ ഈ പാവ മനസ്സാണല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രം. വലിയ സ്വർണലിംഗങ്ങളെക്കാൾ എനിക്കിഷ്ടം നിഷ്കളങ്കമായ നിങ്ങളുടെ ഈ സ്നേഹമാണ്. മുത്തശ്ശൻ്റെ സങ്കടമെല്ലാം മാറി. മുത്തശ്ശൻ സന്തോഷത്തോടെ ശിവഭഗവാനെ നോക്കി കൈകൂപ്പി തൊഴുതു. നമ്മുടെ കയ്യിൽ വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും സ്നേഹത്തോടെയും സത്യസന്ധമായും നമ്മൾ എന്ത് ചെയ്താലും ദൈവം അത് സന്തോഷത്തോടെ സ്വീകരിക്കും.